വജ്രം അധ്യായം 32. ഗീത ഭയന്ന് പിന്നോട്ട് മാറി. ഭിത്തിയിൽ മുതുകു തട്ടി നിന്നു. മൊട്ടത്തലയനെ മറ്റേയാളും ചിരിച്ചു. സാരി പുതച്ചുകൊണ്ട് ആ സ്ത്രീ ജനലിലൂടെ അവിടേക്ക് നോക്കുന്നതും കാഴ്ച കണ്ട് നിലവിളിക്കുന്നതും ഗീത കണ്ടു. മിണ്ടരുത്, പോടിയപ്പുറത്ത്. മൊട്ടത്തലയൻ അവളെ തിരിഞ്ഞു നോക്കി ആക്രോശിച്ചു. അല്ലെങ്കിൽ നിന്നെയും കാച്ചിക്കളയും. അവൾ പിന്നോട്ട് വലിഞ്ഞു കളഞ്ഞു. അപ്പോഴവളുടെ കണ്ണുകളിലെ ഭയം ഗീത കണ്ടു. അന്ന് നീ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, രണ്ടാമത്തെയാൾ പറഞ്ഞു. തടിയനാണെങ്കിലും അയാൾ ചഞ്ചലചിത്തനാണെന്ന് ഗീതയ്ക്ക് തോന്നി. അയാളുടെ മുഖത്ത് ചിലയിടങ്ങളിൽ ആ സ്ത്രീയുടെ ലിപ്സ്റ്റിക്ക് ചോരപ്പാട് പോലെ കാണാനുണ്ടായിരുന്നു. റിപ്പോർട്ടർ ഗീത, ശിരസ് മുണ്ടനം ചെയ്ത മനുഷ്യൻ, അവളുടെ കണ്ണുകളിൽ നോക്കി ഒരു തരം ചിരി ചിരിച്ചു. പരിഹാസമാണതിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിനക്ക് അവസാനിപ്പിക്കാറായില്ല അല്ലേ? അയാൾ ചോദിച്ചു. ഞങ്ങളെ പിടിക്കുമെന്ന വാശിയോടെ പിന്നാലെ നടക്കുകയാണല്ലേ? അതെ, ഗീത പറഞ്ഞു. നിങ്ങളെന്തിന് ഞങ്ങളോടത് ചെയ്തു? നമ്മൾ തമ്മിൽ ഇടപാടുകളൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്? അതൊക്കെ നിനക്കറിയാം. ഞങ്ങൾ പറയണോ പെണ്ണെ? അറിയണം. അറിഞ്ഞേ ഞാൻ പോകൂ. നീ ഇവിടെ നിന്ന് പോകുമെന്ന് ആര് പറഞ്ഞു? അയാൾ ചിരിച്ചില്ല. ശൂർപ്പണഖയുടെ അവയവങ്ങൾ മുറിച്ചതുപോലെ നിന്നെ ഞാൻ മുറിക്കാൻ പോവുകയാണ്. പത്രത്തിനൊരു ഷോക്കിംഗ് ന്യൂസും കൊടുക്കാം, ഫോട്ടോ സഹിതം. അയാൾ കത്തി ഉയർത്തി. വെളിച്ചം അയാളുടെ തലയിലും കത്തിയിലും ഗീതയുടെ കണ്ണുകളിലും തിളക്കമുണ്ടാക്കി. അത് വേണ്ട, ഇത്ര സുന്ദരിയെ പെട്ടെന്നങ്ങ് മുറിക്കേണ്ട, മറ്റേയാൾ ഇടയിൽ കടന്ന് പറഞ്ഞു. അയാൾ ഇരു കൈകളും ഗീതയുടെ ചുമലിന് മുകളിലൂടെ നീട്ടി ഭിത്തിയിൽ പതിപ്പിച്ചു. അവരുടെ മുഖം തൊട്ടടുത്തായി. അസഹ്യമായ മദ്യഗന്ധം. ഇത്ര സുന്ദരിയായ ഒരുത്തിയെ ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടുന്നതെല്ലാം ചവറല്ലേ? അയാൾ അവളെ ചുംബിക്കാനായി മുന്നോട്ടാഞ്ഞു. ഗീത അയാളുടെ മുഖത്ത് ആഞ്ഞുരടി. കമറേ എന്നൊരു നിലവിളിയുണ്ടായി. മൂക്കിൽ നിന്ന് ചോര തെറിച്ചു. തലപിടിച്ച് കാൽമുട്ടിലിടിച്ച് അവൾ അയാളെ വലിച്ചെറിഞ്ഞു. അവൻ ടെലിഫോൺ സ്റ്റാൻഡ് മറച്ചിട്ടുകൊണ്ട് തറയിൽ വീണ് ഒന്ന് പിടഞ്ഞിട്ട് ബോധരഹിതനായി. ആ ജൂഡോ അഭ്യാസിയുടെ മെയ്ക്കരുത്ത് കണ്ട് മൊട്ടത്തലയൻ ഒരു നിമിഷം പകച്ചു നിന്നു. അടുത്ത ക്ഷണം അയാൾ കത്തി വീശിയത് ഗീത തടുത്തു. കൈ തിരിച്ച് പിന്നോട്ടാക്കിയിട്ട് അവൾ കത്തി കൈക്കലാക്കി. കാൽമുട്ടുകൊണ്ട് വയറ്റിൽ ഒരിടിയും പിൻകഴുത്തിൽ ഒരു വെട്ടും കൊടുത്തപ്പോഴേക്കും അയാൾ പൊടി പിടിച്ച പഴയ സോഫയിലേക്ക് കമഴ്ന്നു വീണു. പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ച അവന്റെ കഴുത്തിൽ ഗീത കത്തി വെച്ചു. കഴുത്തൽപ്പം മുറിഞ്ഞു. ചോര കത്തിയിലൂടെ വാർന്നൊഴുകി. മുനയിലേക്ക് വന്ന് തുള്ളിയായി നിൽക്കുന്നത് അയാൾ കണ്ടു. മരിക്കാൻ തുടങ്ങുന്ന മൃഗത്തെ പോലെ അയാൾ ശ്വാസം വലിച്ചു. അവന്റെ ഭീതി കൂട്ടാനായി ഗീത പറഞ്ഞു. നിന്റെ കഴുത്ത് ഞാൻ മുറിക്കാൻ പോകുക. അനങ്ങിയാൽ നീ ചാകും. അയാൾ അനങ്ങിയില്ല. അയാളുടെ ശരീരം വിറച്ചു. റോഡിൽ കിടന്ന് പിടഞ്ഞ എന്റെ അച്ഛന്റെ മേൽ ട്രക്ക് ഒഴിച്ചു കയറ്റിയത് നീ ഓർക്കുന്നുണ്ടോ? കോപം കൊണ്ട് ഗീതയുടെ ശരീരവും വിറച്ചു. അയാൾക്ക് മിണ്ടാനായില്ല. ബോധം കെട്ട് കിടക്കുന്നവൻ വിളിച്ചത് ഓർത്ത് ഗീത ചോദിച്ചു. കമർ, പ്രൊഫഷണൽ കൊലയാളി, ഞങ്ങളെ കൊല്ലാൻ നീ എത്ര രൂപ വാങ്ങി? അയാൾ മറുപടി പറയാതെ ഒന്ന് പിടയ്ക്കാൻ ശ്രമിച്ചു. കത്തി വീണ്ടും മുറുകി. ചോര കത്തിയിലൂടെ ഒഴുകി. കൊല്ലാൻ എനിക്ക് മടിയില്ല, മരിക്കാനും. ഈ കത്തിന്ന് വലിച്ചാൽ നിന്റെ കൊരവള്ളി മുറിഞ്ഞു പോകും. കമറിന്റെ മട്ടത്തല വിയർത്തൊഴുകി. എന്നെ കൊല്ലരുത്, അയാൾ അപേക്ഷിച്ചു. 1,00,000 രൂപയാണ് ഞങ്ങളിതിന് വാങ്ങിച്ചത്. ആരിൽ നിന്ന്? ആരാണ് ഞങ്ങളെ കൊല്ലാൻ അയച്ചത്? നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. ഗീതയുടെ ശബ്ദം വിറച്ചു. അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഹാൻഡ് ബാഗിനുള്ളിലെ മൈക്രോടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിരുന്നു. ജയപ്രകാശാണ് ഞങ്ങൾക്ക് പണം തന്നത്. അയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്. കമർ പറഞ്ഞു. നിങ്ങൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഗീത ചോദിച്ചു. ഞാനും യോഗിയും ജയനും. കാറിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയ ആളാണ് ജയൻ അല്ലേ? അതെ. ഇവിടെ കിടക്കുന്ന ആളോ? യോഗി എന്ന് ഞങ്ങൾ വിളിക്കുന്ന യോഗിദാസ്. നിങ്ങളുടെ പേര് കമർ എന്ന് തന്നെയാണോ? അതെ. ഇനി എന്നെ വിട്ടുകൂടെ? ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കമർ ചോദിച്ചു. എനിക്ക് കുറെ കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. നിങ്ങളുടെ വീട്, കുടുംബം തുടങ്ങിയവയൊക്കെ. അതൊക്കെ നിങ്ങളെന്തിനെ അറിയണം? അറിഞ്ഞേ പറ്റൂ മിസ്റ്റർ കമർ. അയാളുടെ ശബ്ദത്തിലെ വ്യത്യാസം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഗീത പറഞ്ഞു. പെട്ടെന്നയാൾ കത്തി വലിക്കുകയും കത്തി പിടിച്ചിരിക്കുന്ന കൈയിൽ പിടുത്തമിടുകയും ചെയ്തു. കത്തിയോടുകൂടിയാണ് അയാളുടെ കൈ മുറുകിയത്. അയാൾ ഉരുണ്ട് മലർന്ന് കാലുയർത്തി അവളുടെ വയറ്റിൽ ചവിട്ടി ഉയർത്തി അയാളുടെ തലയ്ക്ക് മുകളിലൂടെ വലിച്ചെറിഞ്ഞു. ഗീത എതിർവശത്തെ ഭിത്തിയിൽ ചെന്നിടിച്ച് താഴെ വീണു. അവളുടെ നിലവിളി മുറിക്കുള്ളിൽ നിറഞ്ഞ് ജനലിലൂടെ പുറത്തേക്കൊഴുകി. കമർ പിടഞ്ഞെഴുന്നേറ്റു. കത്തിയിൽ പിടിച്ച അയാളുടെ കൈവെള്ളം മുറിഞ്ഞ് ചോരയൊഴുകി.
ചോര കുടഞ്ഞു കളഞ്ഞിട്ട് അയാൾ ഗീതയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ബോധമറ്റ് കിടക്കുകയായിരുന്നു. അവളുടെ തലയിൽ വലിയൊരു മുഴ അയാൾ കണ്ടു. കോപത്തോടെ അയാൾ അവളെ തൊഴിച്ചു. അബോധാവസ്ഥയിലും അവൾ നിളകി. കൈമുറഞ്ഞ വേദനയും കോപവും കൊണ്ട് അയാൾ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. അടുത്ത മുറിയിലേക്ക് വാതിൽ തുറന്നു വന്ന കമർ ഭയന്നു നിൽക്കുന്ന മദാലസയെ കണ്ടു. ഭയപ്പാടോടെയാണ് അവൾ കമറിനെ നോക്കിയത്. ഞാൻ പോകുക, ഹാൻഡ് ബാഗ് എടുത്തുകൊണ്ടവൾ പറഞ്ഞു. നീ പോടി, അയാൾ അവളെ ചീത്ത വിളിച്ചു. ദേഷ്യത്തോടെ അവൾ അയാളെ നോക്കി. കഴുത്തിലും കൈയിലും ചോര വാർന്നൊഴുകുന്ന കമറിന്റെ രൂപം അവളെ വല്ലാതെ ഭയപ്പെടുത്തിക്കളഞ്ഞു. വേഗം വെളിയിലിറങ്ങാൻ തുടങ്ങിയ അവളെ അയാൾ തടഞ്ഞു നിർത്തി. ഇവിടെ നടന്നത് ആരോടും നീ പറയരുത്. അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. പറഞ്ഞാൽ നിന്നെ ഞാൻ കാച്ചിക്കളയും, മനസ്സിലായോ? അയാൾ അമറി. നീ ഇവിടെ വന്നിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, മനസ്സിലായോടി? അവൾ വിറച്ചുകൊണ്ട് ശിരസിളക്കി. അവൾ പോയപ്പോൾ അയാൾ മദ്യക്കുപ്പി എടുത്തു തുറന്നു. കൈയിലെ മുറിവിലേക്കൊഴിച്ചു. പിന്നെ കഴുത്തിലെ മുറിവിലും ഒഴിച്ചു. നീറ്റൽ അസഹ്യമായപ്പോൾ അയാൾ കുപ്പി വായിലേക്ക് കമിഴ്ത്തി. കുറെ മദ്യം കുടിച്ചുകൊണ്ട് അയാൾ മറ്റേ മുറിയിലേക്ക് തിരിച്ചു വന്നു. ബോധമറ്റ് കിടക്കുന്ന കൂട്ടുകാരന്റെ മുഖത്തേക്ക് അയാൾ മദ്യമൊഴിച്ചു. ഒരു തൊഴുകൂടി കൊടുത്തപ്പോൾ യോഗിദാസ് കണ്ണു തുറന്നു. എടാ, അവളെവിടെ? അതാ കിടക്കുന്നു. കൊന്നോടാ, എഴുന്നേറ്റ് കൊണ്ടയാൾ തിരക്കി. അതിന് മറുപടി പറയാതെ കമർ ടെലിഫോണിന്റെ വയർ നേരെയാക്കാൻ തുടങ്ങി. ഫോണിന്റെ ഡയൽ ടോൺ കിട്ടിയപ്പോൾ കമർ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ തുടരെ തുടരെ മണിയടിക്കുന്നത് കേട്ടപ്പോൾ യമുന അറ്റൻഡ് ചെയ്തു. ഹലോ, ഹലോ, ജയപ്രകാശ് സാറുണ്ടോ? ഉണ്ട്. നിങ്ങൾ ആരാണ്? ഒരു നിമിഷം നിശബ്ദം. അപരിചിതമായ ആ ശബ്ദം മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് യമുന വീണ്ടും തിരക്കി. നിങ്ങൾ ആരാണ്? കമർ. എനിക്ക് സാറിനെ അത്യാവശ്യമായി വേണം, വെരി അർജന്റ്. അപ്പോൾ ജയപ്രകാശ് തന്റെ മുറിയുടെ വാതിൽക്കലെത്തി. ആരാ മോളെ? കമർ. ആ പേര് കേട്ടപ്പോൾ ജയപ്രകാശിന്റെ കണ്ണുകളിലൊരു മിന്നലാട്ടമുണ്ടായി. അയാൾ വേഗം അടുത്തു വന്ന് റിസീവർ വാങ്ങിച്ചു. മോൾ മുറിയിലേക്ക് പൊയ്ക്കോളൂ. യമുന അവളുടെ മുറിയിലേക്ക് പോയി. വാതിൽക്കലെത്തി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്കിൾ തന്നെ ശ്രദ്ധിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൾ ഉറങ്ങിക്കിടക്കുന്ന മുത്തിന്റെ അടുത്ത് ബെഡിൽ ചെന്നിരുന്നു. കമർ എന്നയാളെ തനിക്ക് പരിചയമില്ല. അവർ സംസാരിക്കുന്നത് കേൾക്കണമെന്ന് തോന്നിയെങ്കിലും ഭയം മൂലം അവൾ അതിന് തുനിഞ്ഞില്ല. എടോ, എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ശബ്ദം താഴ്ത്തി ജയപ്രകാശ് ദേഷ്യപ്പെട്ടു. എന്റെ ഫോൺ കെന്നഡി ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ തന്നെ യമുന തന്റെ പേരറിഞ്ഞു. തന്നെ പോലൊരാളുമായി എനിക്ക് ബന്ധമുണ്ടെന്നറിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് തനിക്കറിയാമോ? ഇപ്പോൾ തന്നെ തീക്കുള്ളിലാ ഞാൻ എന്ന് പറഞ്ഞാൽ വിളിക്കാതെ നിവർത്തിയില്ലാതെ വന്നാൽ എന്തു ചെയ്യും? കമർ ദേഷ്യപ്പെട്ടു. എന്താ തനിക്ക് വേണ്ടത്? ഗീത ഞങ്ങളെ കണ്ടുപിടിച്ചു. ആ കഴിവറുടെ മോളവിടെയും എത്തിയോ? എത്തിയെന്ന് മാത്രമല്ല, ഞങ്ങളെ അടിച്ചു വീഴിക്കുകയും ചെയ്തു. ഓ ഗോഡ്! ജയപ്രകാശ് നിലവിളിച്ചു. എന്നിട്ടവളെ നിങ്ങൾ വെറുതെ വിട്ടോ? മുഴുവൻ കേൾക്ക്. കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് പോലെയല്ല ഇത്. കമറിന്റെ വർത്തമാനം ജയപ്രകാശിന് തീരെ സഹിച്ചില്ല. പക്ഷേ നിശബ്ദനായി സംയമനം പാലിച്ച് കേട്ടു നിൽക്കുക മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. കമർ സംഭവിച്ചത് മുഴുവൻ പറഞ്ഞു. ഇനി അവളെ ജീവനോടെ വെക്കരുത്. മുറിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിക്ക്. ചാരം പോലും കിട്ടരുത്. ഇതിനിടയ്ക്കൊന്നും എന്നെ വിളിക്കണ്ട. എല്ലാം ചെയ്യാം. പക്ഷേ എനിക്കെന്തു തരും? എന്തു വേണമെങ്കിലും തരാം. ഇനി നമുക്കിങ്ങനൊരവസരം കിട്ടുകയില്ലെന്ന ഓർമ്മ വേണം. 10 ലക്ഷം രൂപ തരണം. 10 ലക്ഷമോ? എന്താ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഇവൾ പുറത്തു പോയാൽ സാറ് സമ്പാദിച്ച എത്ര കോടി തുലഞ്ഞു പോകുമെന്നറിയാമോ? സമ്മതിച്ചു. നീ അസൽ ഷൈലോക്ക് തന്നെ, ജയപ്രകാശ് പറഞ്ഞു. ലോകത്തിലൊരു കുഞ്ഞും അറിയരുത്. അറിഞ്ഞാൽ ഞാൻ മാത്രമല്ല, നിങ്ങളും ഇരുമ്പഴിക്കുള്ളില. ജയപ്രകാശ് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് മറുവശത്ത് ഫോൺ കട്ടായി. റിസീവർ വയ്ക്കുന്നതിന് മുമ്പ് ജയപ്രകാശ് യമുനയുടെ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി. അതടഞ്ഞു കിടക്കുകയായിരുന്നു. കഴുത്തിൽ നിന്ന് ഷാൾ ഉയർത്തി അയാൾ മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുടച്ചു. തന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയ ഗീതയുടെ ഭാവം അയാൾ ഓർത്തു. ഇനി അവൾ അടുത്ത സൂര്യോദയം കാണില്ല. ജയപ്രകാശ് ഉള്ളിൽ ചിരിച്ചു. ഇതോടെ തന്റെ വലിയൊരു ഭാരം ഒഴിഞ്ഞു. കമറും യോഗിദാസും കൂടി ഗീതയെ എടുത്ത് സോഫയിൽ കിടത്തി. കൊല്ലുന്നതിന് മുമ്പ് നമുക്കിവളെ ആസ്വദിക്കണം, കമർ പറഞ്ഞു. എനിക്കവളെ കണ്ടിട്ട് സഹിക്കുന്നില്ല കമറെ. യോഗി മദ്യക്കൊപ്പി വായിലേക്ക് കമിഴ്ത്തി ഒരിറക്ക് കുടിച്ചിട്ട് പറഞ്ഞു. ഇരുവരും മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. ഗീതയുടെ മുടി സോഫയിൽ ചിതറിക്കിടന്നു. മേഘങ്ങൾക്കിടയിലെ ചന്ദ്രിക പോലെയാണ് അവളുടെ മുഖം കാണപ്പെട്ടത്. യോഗി അവളെ ചുംബിച്ചു. ബോധം തെളിഞ്ഞതുപോലെ ഗീത ഒന്ന് ഞരങ്ങി. കമർ മുഷ്ടി കൊണ്ട് അവളുടെ തലയ്ക്ക് ആഞ്ഞുരടി.
ഗീത വീണ്ടും ബോധരഹിതയായി. കമറിന്റെ തലയിലെ വിയർപ്പ് ട്യൂബിന്റെ വെളിച്ചത്തിൽ തിളങ്ങി. അയാളുടെ കയ്യിലും കഴുത്തിലെയും മുറിവുകളിലെ രക്തപ്രവാഹം നിലച്ചിരുന്നു. യോഗിയുടെ കൈകൾ അവളുടെ അംഗങ്ങളെ തഴുകി. കമർ കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ മുന കൊള്ളിച്ചു. പിന്നെ വസ്ത്രത്തിനുള്ളിലൂടെ കടത്തി കീറാൻ തുടങ്ങി. അധ്യായം 33. പോലീസ് വാഹനത്തിന്റെ സൈറൺ കേട്ട് കമർ ഞെട്ടി. ആ ഭാവം യോഗിയുടെ മുഖത്തും പടർന്നു. ആ നിമിഷം അവർ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുകയും ഗീതയെ മറക്കുകയും ചെയ്തു. പരിഭ്രാന്തിയോടെ അവർ ചുറ്റും നോക്കി. വാഹനത്തിന്റെ വെളിച്ചം ജനലുകളിലൂടെ അകത്തേക്ക് വന്നു. യോഗി വേഗം ജനലിനടുത്തേക്ക് ചെന്ന് പൊട്ടിയ ഗ്ലാസിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. ജീപ്പിൽ നിന്ന് പോലീസുകാർ ഇറങ്ങുന്നത് അയാൾ കണ്ടു. യോഗി വേഗം തിരിച്ചു വന്നു. ഗീത കണ്ണു തുറക്കുന്നത് അവർ കണ്ടില്ല. പോലീസാണോ? കമർ ചോദിച്ചു. അതെ, വേഗം നമുക്കിവിടം വിടണം. യോഗി തിടുക്കപ്പെട്ടു. പോലീസ് നമ്മളെയാണോ അന്വേഷിക്കുന്നത്? എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്? എങ്ങനെയാണെന്നൊന്നും ആലോചിക്കാൻ സമയമില്ലടാ. എടുക്കാനുള്ളതെന്താണെന്ന് വെച്ചാൽ എടുത്തോ. ഇവൾ ഫോൺ ചെയ്തത് പോലീസിനായിരിക്കും. പക്ഷേ ഇവൾക്ക് മുഴുവൻ പറയാൻ കഴിഞ്ഞില്ലല്ലോ. കമർ അത് പറഞ്ഞപ്പോൾ ഏതോ പഴയ വാതിൽ ഇടിച്ചു തുറക്കുന്ന ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടി. കമർ അടുത്ത മുറിയിലേക്ക് ഓടി. അയാളുടെ പിന്നാലെ കുതിക്കാൻ ശ്രമിച്ച യോഗിദാസിന്റെ ഷർട്ടിൽ പിന്നിൽ നിന്നൊരു കൈ പിടുത്തമിട്ടു. തോളിന് മുകളിലൂടെ തിരിഞ്ഞു നോക്കിയ അയാളുടെ മുഖത്ത് ഒരിടി കിട്ടി. അയാൾ കുനിഞ്ഞു മറിഞ്ഞു വീണപ്പോൾ ഗീത ചാടി എഴുന്നേറ്റു. കമർ! അയാൾ നിലവിളിയോടെ ഗീതയുടെ തൊഴിയേറ്റ് ഉരുണ്ടുപോയി. ഗീതയോട് എതിരിടാൻ നിൽക്കാതെ അയാൾ നിരങ്ങി എഴുന്നേറ്റ് ഓടിപ്പോയി. ഗീതയ്ക്ക് അയാളുടെ പിന്നാലെ എത്താനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ടായിരുന്നു. കത്തികൊണ്ട് കീറിയ വസ്ത്രം അവളൊന്ന് പിന്നുകൊണ്ട് ചേർത്ത് വെച്ചു. കമറും യോഗിയും ഓരോ തുകൽ ബാഗുകളുമായി വെളിയിലേക്ക് ഓടി. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ അവർ തോക്കു ചൂണ്ടി നിൽക്കുന്ന കെന്നഡിയെ കണ്ടു. പുറത്തേക്കോടിയ വേഗത്തിൽ തന്നെ അവർ അകത്തേക്കോടി. അതേസമയം കെന്നഡി വെടി പൊട്ടിക്കുകയും യോഗിയുടെ കാലിൽ നിന്നൊരു മാംസകഷ്ണം തെറിച്ചു പോവുകയും ചെയ്തു. പൊടി നിറഞ്ഞ തറയിലേക്ക് അയാൾ അലച്ചു വീണു. ബാഗ് പിടിവിട്ടുപോയി. കമറെ! യോഗി തലനീട്ടി നിലവിളിച്ചു. തിരിഞ്ഞു നോക്കിയ കമർ തന്റെ ബാഗ് ചുമലിൽ തൂക്കിയിട്ടുകൊണ്ട് തിരിച്ചു വന്നു. കമർ അവന്റെ നീട്ടിയ കൈയിൽ പിടിക്കാതെ അവിടെ കിടന്ന ബാഗ് എടുത്തു. അതിന്റെ സിബ് തുറന്ന് നോട്ടുകെട്ടുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. കമറെ, എന്നെ രക്ഷിക്ക്, എനിക്ക് വെടിയേറ്റു. യോഗി അയാളുടെ അടുത്തേക്ക് ഇഴഞ്ഞു ചെന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കമർ നോട്ടുകെട്ടുകൾ അമർത്തി വെച്ചിട്ട് ബാഗ് അടച്ച് ചുമലിലിട്ടുകൊണ്ട് ഓടി. വീണ്ടും വെടിപൊട്ടി. ഭിത്തിയിൽ നിന്ന് ഒരു ഭാഗം അടർന്നു വീണു. പോലീസ് പിന്നാലെ വരുന്ന ശബ്ദം അയാൾ കേട്ടു. പെട്ടെന്ന് ഗീത അയാളുടെ മുന്നിലേക്ക് വന്നു. നൊടിയിട കൊണ്ട് കമർ അവളെ പിടികൂടി. വായമർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ വലതു കൈയിലെ കത്തി അവളുടെ കഴുത്തിൽ അമർത്തി. അനങ്ങിയാൽ നിന്റെ തലയെന്റെ കയ്യിലിരിക്കും. കമർ മുരണ്ടു. അവന്റെ മുണ്ടനം ചെയ്ത തലയിൽ നിന്ന് വിയർപ്പ് ചാലുകൾ ഒഴുകി. സ്റ്റീൽ വളയിൽ തട്ടി പ്രകാശം ഗീതയുടെ കണ്ണിൽ വീണു. അയാൾ അവളെയും കൊണ്ട് യോഗിയെ കടന്ന് പുറത്തേക്കുള്ള വാതിലിനടുത്തെത്തി. ഗീതയുടെ തുറച്ച കണ്ണുകളിൽ നോക്കി കെന്നഡി നിസ്സഹായനായി നിന്നു. കൂടെയുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷിനോടും പോലീസുകാരോടും അനങ്ങരുതെന്ന് കെന്നഡി ആംഗ്യം കാണിച്ചു. എല്ലാവരും നിശ്ചലരായി. ഞാനൊരു വാഹനത്തിൽ കയറിപ്പോകും. എന്തെങ്കിലും കളിയെടുക്കാനോ എന്നെ പിന്തുടരാനോ ശ്രമിച്ചാൽ ഇവളെ ഞാൻ കൊല്ലും. കമർ വിളിച്ചു പറഞ്ഞു. കെന്നഡിയുടെ മനസ്സ് പുകഞ്ഞു. അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ തന്റെ തോൽവിയാകും. കമർ വാതിൽ കടന്ന് വെളിയിലേക്ക് വന്നു. കെന്നഡിയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ കൈനീട്ടി. ആ റിവോൾവറിങ് തരൂ. കെന്നഡി മടിച്ചു നിന്നപ്പോൾ കത്തി ഗീതയുടെ കഴുത്തിലമർന്നു. സാർ! CI മഹേഷ് ഭയന്നുപോയി. തോക്കിങ് താടോ. കമർ മുരണ്ടു. കെന്നഡിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. റിവോൾവർ അയാളുടെ കയ്യിൽ കൊടുത്തു. കമർ ചിരിച്ചു. അയാൾ ഗീതയും കൊണ്ട് പോലീസ് ജീപ്പിന് നേരെ ചെന്നു. എടാ ചതിയ, ഒരലർച്ച! എന്റെ പണവും കൊണ്ട് നീ എങ്ങനെ രക്ഷപ്പെടണ്ട? വളരെ പ്രയാസപ്പെട്ട് വാതിൽ കടന്നു വന്ന് നിൽക്കുകയായിരുന്നു യോഗി. അണുവിട തെറ്റിക്കാതെ കത്തിയെറിയാൻ കഴിവുള്ളവനാണ് യോഗി. കെന്നഡിക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് കത്തി പാഞ്ഞു വന്നു. പക്ഷേ അത് തറച്ചത് കമറിന്റെ മുതുകിൽ തൂങ്ങിക്കിടന്നിളകിക്കൊണ്ടിരുന്ന ബാഗുകളിലൊന്നിലാണ്. കമർ ക്രൗര്യത്തോടെ തിരിഞ്ഞ് യോഗിയെ നോക്കി. ആ ക്ഷണം തന്നെ അയാൾ കൂട്ടുകാരന്റെ നേരെ നിറയൊഴിച്ചു. പക്ഷേ വെടിപ്പൊട്ടുന്നതിന് മുമ്പ് തന്നെ യോഗി കുഴഞ്ഞ് താഴേക്കിരുന്നു. അയാളുടെ കാലിലൂടെ ചോര ഒഴുകുകയായിരുന്നു. ആ ഒരു നിമിഷം കമറിന്റെ ശ്രദ്ധ ഗീതയിൽ നിന്ന് വിട്ടുപോയി. DCP കെന്നഡിക്കത് ആവശ്യത്തിലധികമായിരുന്നു. മുഖത്തൊരിടിയും കയ്യിലൊരു വെട്ടും. തോക്കു പിടിവിട്ട് കമർ തെറിച്ചുപോയി.
എന്താണ് സംഭവിച്ചതെന്ന് പോലും ഗീതയ്ക്ക് മനസ്സിലായില്ല. അത്ര വേഗത്തിലായിരുന്നു. ജീപ്പിൽ തട്ടിനിന്ന കമർ ഇരുട്ടിലേക്ക് ഓടി. തോക്ക് കൈക്കലാക്കിയ കെന്നഡി നിറയൊഴിച്ചു. അവന്റെ തുടയിലുണ്ടായ ദ്വാരത്തിലൂടെ ചോര തെറിച്ചത് ജീപ്പിന്റെ വെളിച്ചത്തിൽ കണ്ടു. അടുത്ത ക്ഷണം അവൻ ഇരുളിൽ മറഞ്ഞു. പിന്നെ കേട്ടത് അവൻ അലച്ചു വീഴുന്ന ശബ്ദമാണ്. ടേക്ക് ഹിം, കെന്നഡി CI മഹേഷിനോട് നിർദ്ദേശിച്ചു. അപ്പോഴേക്കും പോലീസ് കമറിനെയും യോഗിയെയും വളഞ്ഞിരുന്നു. കെന്നഡി ഗീതയുടെ നേരെ തിരിഞ്ഞു. അവൾ അവിശ്വസനീയതയോടെ അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ശ്വാസം കഴിക്കുമ്പോൾ അവളുടെ മാറിടം ക്രമാതീതമായി ഉയർന്നു താഴുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടുപിടിക്കാൻ നീ നടത്തിയ ശ്രമവും ധൈര്യവുമൊക്കെ നല്ലത് തന്നെ. പക്ഷേ അമ്മയോട് പിണങ്ങിയിട്ട് തന്നെ വേണമായിരുന്നോ അത്? ആ സാധു സ്ത്രീ എന്തു തെറ്റാണ് നിന്നോട് ചെയ്തത്? ജീവനെപ്പോലെ സ്നേഹിക്കുന്ന മകൾക്ക് ഭർത്താവിന് സംഭവിച്ചതുപോലെ ഒരു അപകടമരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചതോ? കെന്നഡിയുടെ സ്വരം അധികാരവും ഹൃദയതാളം തളച്ചിറങ്ങുന്ന ശക്തിയും നിറഞ്ഞതായിരുന്നു. തന്നെ ഒരിക്കലും നീയെന്ന് വിളിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തു. ഗീതയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കാം, വരൂ. കെന്നഡി കാറിന് നേരെ നടന്നു. അവളുടെ കാലടികൾ അയാളെ പിന്തുടർന്നു. ദേവവും സീതയും വാതിൽക്കൽ തന്നെ കണ്ണും നട്ടിരിക്കുകയായിരുന്നു. സ്വീകരണ മുറിയിലെ സോഫയിൽ റോസ്മേരിയും അമ്മയും. കെന്നഡിയുടെ കാറിൽ നിന്ന് ഗീത ഇറങ്ങിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ, ചേച്ചി വന്നു, സീത സന്തോഷത്തോടെ പറഞ്ഞു. ഗീത വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും കരഞ്ഞുപോയി. അവർക്കൊരിക്കലും പിണങ്ങിപ്പിരിയാൻ പറ്റുകയില്ല. സോറി അമ്മേ, ഞാൻ അമ്മയെ വേദനിപ്പിച്ചു. അമ്മ ഈ മോളോട് ക്ഷമിക്കണം. കരച്ചിലിനിടയിൽ ഗീത പറഞ്ഞു, എന്റെ മോളെ. ദേവു അവളുടെ തലയിൽ തഴുകി നെറ്റിയിലും മുഖത്തുമെല്ലാം ഉമ്മ വെച്ചു. അമ്മയ്ക്കെന്റെ പൊന്നു മോളോടൊരു പിണക്കമില്ല. മോള് അമ്മയോട് പിണങ്ങിപ്പോയോന്ന് അമ്മ വിചാരിച്ചു. അമ്മയുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു. സീതയും കരഞ്ഞുപോയി. റോസ്മേരിക്കും അമ്മയ്ക്കും സന്തോഷമായി. കെന്നഡി കാറിനടുത്തു നിന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വഴി കെന്നഡി അമ്മയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു. ആ ഗീതയുടെ ധൈര്യം അപാരം തന്നെ. അമ്മ പറഞ്ഞു, ആ കൊലയാളികളുടെ കൂട്ടിലേക്ക് ചെന്നില്ലേ? ഇപ്പോഴവർ എവിടെയാണ്? കമറും യോഗിയും ഹോസ്പിറ്റലിലാണ്. ജയനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തെന്ന് വയർലെസ് മെസ്സേജ് വന്നു. കാർ ഗേറ്റ് കടന്ന് വീടിന്റെ മുറ്റത്ത് നിന്നു. ജയപ്രകാശിന് വേണ്ടിയാണ് അവർ അശോകനെ കൊന്നതെന്നുറപ്പായില്ലേ? ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? MP ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇനി അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കെന്നഡിയും DGPയും ചേർന്ന് അയാളെ അറസ്റ്റ് ചെയ്തെന്ന വാർത്തയുമായിട്ടായിരിക്കും നാളെ നേരം പുലരുന്നത്. കെന്നഡി കാറിൽ കയറി. കാർ ഗേറ്റ് കടന്നു പോയപ്പോൾ വാച്ചർ ഗേറ്റ് അടച്ച് പൂട്ടി. ഇത്ര പെട്ടെന്ന് എന്തിനാണ് വീട് വിട്ടു പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും യമുനയ്ക്ക് പിടികിട്ടിയില്ല. സഞ്ജയിന് തീരെ സുഖമില്ലെന്നും ഡോക്ടറെ കാണാൻ പോകണമെന്നും പറഞ്ഞാണ് ജയപ്രകാശ് അവളെ വിളിച്ചത്. ഡോക്ടറുടെ അടുത്ത് അല്പനേരം ചിലവഴിച്ചു കഴിഞ്ഞ് അവർ കാറിൽ കയറി. സഞ്ജയിന് നല്ല വിശ്രമം വേണമെന്നും ടെൻഷൻ പാടില്ലെന്നും ഡോക്ടർ പറഞ്ഞത് അവൾ കേട്ടതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകണമെന്ന് ജയപ്രകാശ് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ആ യാത്രയെപ്പറ്റി പറഞ്ഞിരുന്നതാണ്. ഇരുട്ടിലൂടെ നീണ്ട ഹൈവേ താണ്ടി കാർ പാഞ്ഞുപോയി. മുത്തിനെ മടിയിൽ കിടത്തിയിരിക്കുകയായിരുന്നു യമുന. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അതൊരു ഒളിച്ചോട്ടം പോലെയാണ് യമുനയ്ക്ക് തോന്നിയത്. ആ എസ്റ്റേറ്റും ബംഗ്ലാവും പരിസരങ്ങളും യമുനയ്ക്ക് ഇഷ്ടമായിരുന്നു. ശിവാനന്ദനോടൊപ്പം 1-2 വട്ടം അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. യമുന മയങ്ങിപ്പോയി. ഉണർന്നപ്പോൾ പ്രഭാതമായി. കാർ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. മുത്ത് പുതിയൊരു ലോകത്തിലെത്തിയതുപോലെ അത്ഭുതത്തോടെ എല്ലാം ചുറ്റിക്കാണുന്നു. അവിടെ വന്നപ്പോൾ ഒരു ദുസ്വപ്നം മറന്നതുപോലെ അവൾക്ക് തോന്നി. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് യമുനയ്ക്ക് ആ ഒളിച്ചോട്ടത്തിന്റെ കാരണം മനസ്സിലായത്. സഞ്ജയിന്റെയും അമ്മാവന്റെയും രഹസ്യ സംഭാഷണം യാദൃശ്ചികമായി കേൾക്കാനിടയായി. കമറിനെ പോലീസ് പിടിച്ചു. കെന്നഡി തങ്ങളെ അറസ്റ്റ് ചെയ്യാനായി നടക്കുകയാണ്. രാത്രി തന്നെ ഡോക്ടറെയും കെന്നഡി ചോദ്യം ചെയ്തു. പക്ഷെ അയാൾക്ക് വിവരമൊന്നും കിട്ടിയില്ല. പക്ഷെ യമുന അതൊന്നും കാര്യമാക്കിയില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും. അവൾ ആ പരിസരം ആസ്വദിച്ച് അവിടെ കഴിഞ്ഞു. വൈകിട്ട് മുത്തിനെയും കൂട്ടി തോട്ടത്തിലൂടെ നടക്കാൻ പോയി. മനോഹരമായ തേയിലക്കാട്. രാത്രി ആയപ്പോഴാണ് തിരിച്ചു വന്നത്. നടന്ന് ക്ഷീണിച്ച് മുത്ത് കുളി കഴിഞ്ഞ ഉടനെ ഉറങ്ങി. 8 മണിയായപ്പോൾ അവൾ സഞ്ജയിന്റെ മുറിയിലേക്ക് ചെന്നു. അയാൾക്ക് ടാബ്ലറ്റുകൾ കഴിക്കാനുള്ള സമയമായിരുന്നു. സഞ്ജയ് അവിടെ വന്ന ശേഷം പുറത്തിറങ്ങിയിട്ടേയില്ല. യമുന ചെന്നപ്പോൾ അയാൾ ജനലിനടുത്ത് നിൽക്കുകയായിരുന്നു. അയാൾ ആരോഗ്യവാനായെന്ന് അവൾക്ക് തോന്നി. കാലിലെ മുറിവ് പൂർണ്ണമായും ഭേദമായിരുന്നു. യമുന കൊടുത്ത ഗുളികകൾ അയാൾ കഴിച്ചു.
ആർ യു ഓൾ റൈറ്റ്? അവൾ തിരക്കി. യെസ്, ബട്ട്. അവൾ അയാളെ സംശയത്തോടെ നോക്കി. ബട്ട് വാട്ട്? തന്റെ രൂപം അയാളുടെ രണ്ട് കണ്ണുകളിലും യമുന കണ്ടു. അവളെ അംഗപ്രത്യംഗം നോക്കുകയായിരുന്നു അയാൾ. അവൾ 100 മടങ്ങ് സുന്ദരിയായിരിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. അയാളുടെ ഭാവം അവളെ പേടിപ്പെടുത്തി. ഈ ജീവിതം എന്തിനാണ് നശിപ്പിച്ചു കളയുന്നത്? അയാൾ മന്ത്രിച്ചു പ്രേമത്തോടെ. സഞ്ജയ്, മൈൻഡ് യുവർ വേർഡ്സ്. യമുനയുടെ ഭാവം മാറി. പെട്ടെന്ന് അവൾ അവിടം വിട്ട് പോകാൻ തുടങ്ങി. അവളുടെ കയ്യിൽ അയാൾ ബലമായി പിടിച്ചു. എന്ത് മൃദുത്വമാണ് ആ കൈക്ക്! അവൾ അവന്റെ കരണത്തടിച്ചു. സഞ്ജയ് അടികൊണ്ട് ചിരിച്ചു. സഞ്ജയ് ആഗ്രഹിച്ചതെല്ലാം സാധിച്ചിട്ടുണ്ട്. ഈ നിമിഷങ്ങൾക്ക് ശേഷം മരിക്കാനും ഞാൻ തയ്യാറാണ്. ഈ കൈകൾ കൊണ്ട് തന്നെ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ കൊല്ലും. സഞ്ജയ് യമുനയുടെ എതിർപ്പിനെ തൃണവൽഗണിച്ചുകൊണ്ട് ബലമായി വലിച്ചടുപ്പിച്ച് ചുംബിച്ചു. അവൾക്ക് ശ്വാസം മുട്ടി. കണ്ണുകൾ ഇരുണ്ടു. അധ്യായം 34. യമുന തീരെ പ്രതീക്ഷിക്കാത്ത ആക്രമണമായിരുന്നു സഞ്ജയിന്റേത്. അവനിൽ അങ്ങനെ ഒരു ദുഷ്ടവിചാരം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾ കരുതിയില്ല. സഞ്ജയ്, നിനക്കെന്ത് പറ്റി? അവൾ അവനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്തോറും കൂടുതൽ ബലമായി അയാൾ വലിച്ചമർത്തുകയാണ് ചെയ്തത്. ഐ ലവ് യു. മരിച്ചവരെ ഓർത്ത് ജീവിതം പാഴാക്കാതെ. ഞാൻ നിങ്ങൾക്കൊരു ജീവിതം തരാം, സഞ്ജയ് പുലമ്പി. യമുന കാൽമുട്ടുയർത്തി അയാളുടെ വയറ്റിൽ ഇടിച്ചു. സഞ്ജയ് പിടിവിട്ട് മറിഞ്ഞ് മേശപ്പുറത്തേക്ക് വീണു. മരുന്ന് കുപ്പികളും ഗ്ലാസും താഴെ വീണു. വാതിൽക്കലേക്ക് ഓടിയ യമുനയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാൾ പിടികൂടി. നിന്നെ ഞാൻ വിടില്ല. മര്യാദയ്ക്ക് അനുസരിക്കുന്നതാണ് നല്ലത്. ബലപ്രയോഗത്തിനിടയിൽ സഞ്ജയ് പറഞ്ഞു. നിന്നെ ഞാൻ കൊല്ലും. യമുന സഞ്ജയിനെ തല്ലിക്കൊണ്ട് ഉച്ചത്തിൽ അലറി. സഞ്ജയ് അവളുടെ വയറ്റിൽ ഒരു തൊഴി കൊടുത്തു. ഭിത്തിയിൽ ചെന്നിടിച്ച് വായ് തുറന്ന അവളുടെ അലർച്ച ഉയരുന്നതിന് മുമ്പ് അയാൾ വായ പൊത്തി. പിന്നെയും കാൽമുട്ടുയർത്തി 2-3 ഇടി. അടിവേർ കുലുങ്ങിപ്പോയതുപോലെ യമുന പിടഞ്ഞു. അമർത്തി പിടിച്ച കൈക്കുള്ളിൽ നിന്ന് അവളുടെ നിലവിളി ഒട്ടും പുറത്തു വന്നില്ല. കണ്ണുകൾ കറങ്ങി. നിന്നേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ളവളുമാരെ മെർക്കാറയിൽ വെച്ച് ഞാൻ ബലമായി കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബ്രോയിലർ കോഴി പോലത്തെ നീ. യമുന ശക്തിയായി പിടച്ചു. അയാളുടെ പിടിവിട്ട് താഴെ വീണു. സഞ്ജയ് കോപത്തോടെ അവളെ തൊഴിച്ചു. അവൾ അട്ടയെപ്പോലെ ചുരുണ്ടു പിടഞ്ഞു. പിന്നെ നിശ്ചലയായി. വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റി. മുടി അഴിഞ്ഞിലഞ്ഞ്. യമുനയുടെ കിടപ്പ് സഞ്ജയ് ആസ്വദിച്ചു. അയാളുടെ മുഖത്തൊരു ചിരി പടർന്നു. നൊന്താൽ ഏതു പെണ്ണും അനുസരിക്കും. നീ എന്റെ കാൽച്ചുവട്ടിൽ നിന്ന് പോവൂല. ഞാൻ കാണിച്ചു തരാം. അയാളുടെ മുഖവും ദേഹവുമെല്ലാം വിയർത്തിരുന്നു. ഫാനിന് വേഗത കൂട്ടി. സഞ്ജയ് യമുനയുടെ അടുത്ത് കുനിഞ്ഞ് അവളെ ഇരുകൈകളിലും കോരിയെടുത്തു. വാടിയ താമരത്തണ്ട് പോലെ അവൾ തളർന്നു കിടന്നു. ബെഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജയപ്രകാശ് വാതിൽ തുറന്നു. ആ കാഴ്ച കണ്ട് അയാൾ വേഗം അവിടേക്ക് വന്നു. സഞ്ജയ് യമുനെ ബെഡിലേക്കിട്ടു. പകുതി ബെഡിലും കാലുകൾ വെളിയിലേക്കുമായി അവൾ വീണു. ആ കാഴ്ച കണ്ട് ജയപ്രകാശ് ഞെട്ടിപ്പോയി. അയാൾ അവളുടെ ഇരു കവളിലും തട്ടി നോക്കി. അനക്കമില്ല. മൂക്കിനു മുന്നിൽ കൈവച്ചു നോക്കി. എടാ, നീ അവളെ കൊന്നോ? ജയപ്രകാശ് മകനെ നോക്കി അലറി. ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഇവളി കിടക്കുന്നതോ? എന്നെ തല്ലി. എനിക്ക് വേദനിച്ചു. ഞാനൊരു തൊഴി കൊടുത്തു. ഇവളെന്തിനാ നിന്നെ തല്ലിയത്? എനിക്കറിയില്ല. എടാ ചെകുത്താനെ. ദേഷ്യം അടക്കാൻ കഴിയാതെ ജയപ്രകാശ് സഞ്ജയിന്റെ കരണത്തടിച്ചു. സഞ്ജയ് അത് കൊണ്ടു. അടുത്ത അടി വന്നാൽ തടുക്കാൻ അയാൾ തയ്യാറെടുത്തു. എടാ, ഇതാരാണെന്നറിയാമോ? ദേവരാജന്റെ മോളാ. ആരായാലും പെണ്ണു തന്നെയാ. അത് കേട്ട് ജയപ്രകാശ് അവനെ തറപ്പിച്ചു നോക്കി. അവൻ തന്നെ നേരിടാൻ പോവുകയാണ്. എടാ, ഇവൾ ചത്തുപോയി. ദേവരാജനോട് എന്ത് സമാധാനം പറയും? ഡാഡി കൊന്നവരുടെ ബന്ധുക്കളോടെല്ലാം സമാധാനം പറഞ്ഞിട്ടുണ്ടോ? തൂക്കിയെടുത്ത് കൊക്കയിലെറിയണം. അയ്യോ, എനിക്ക് നിന്നെ ഇപ്പോൾ കൊല്ലാൻ തോന്നുന്നുണ്ട്. നീ കൊന്നത് സ്വന്തം ചേട്ടന്റെ ഭാര്യയാണ്. നമ്മൾ പരസ്പരം കൊല്ലാനാണോടാ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടിയത്? പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അടുത്ത മാർഗം ആലോചിക്ക്. സഞ്ജയ് ദേഷ്യപ്പെട്ടു. ജയപ്രകാശ് ജനാലയ്ക്കിൽ ചെന്ന് വെളിയിലേക്ക് നോക്കി. ആ മുഖം സംഘർഷ കലുഷിതമായിരുന്നു. മൂടൽമഞ്ഞ് പുതച്ച തേയിലക്കാടും അപ്പുറത്ത് പുഴയും പാറക്കൂട്ടവും അതിനപ്പുറത്ത് വനത്തിൽ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലും കേട്ടു. ഞാൻ ബ്രൂട്ടസിനെ വിളിക്കാം. അയാളും നീയും കൂടി എന്തെങ്കിലും ചെയ്യേ. എനിക്കിത് കാണാൻ വയ്യ. ജയപ്രകാശ് മകനെ തീക്ഷ്ണമായി നോക്കിയ ശേഷം ഫോണിരിക്കുന്ന മുറിയിലേക്ക് പോയി. അയാളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മമ്മി. മുത്ത് മമ്മിയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. കുഞ്ഞു മമ്മിയെ കണ്ടാൽ ജയപ്രകാശ് ഞെട്ടി. അയാൾ മുത്തിനെ എടുത്തുകൊണ്ട് നടന്നു. ഗീത കെന്നഡിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു. ജയപ്രകാശും സഞ്ജയും എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റെവിടെയും അയാൾ ഒളിക്കാൻ സാധ്യതയില്ല, കെന്നഡി പറഞ്ഞു.
ജയപ്രകാശിന്റെ ബിനാമി ഇടപാടുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും ഇനിയും CBIക്ക് കിട്ടാത്ത രേഖകളുണ്ട്. ഒരു പക്ഷേ അവയെല്ലാം അയാൾ ഒളിപ്പിച്ചിരിക്കുന്നത് അവിടെയായിരിക്കാം, ഗീത അഭിപ്രായപ്പെട്ടു. അയാളെ അറസ്റ്റ് ചെയ്യാൻ അവിടുത്തെ SP-യെ വിളിച്ചു പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അത് വേണ്ട, അവരെ അയാൾ സ്വാധീനിക്കാതിരിക്കില്ല. ഒരു വേള പണം കൊടുത്ത് അറസ്റ്റ് വൈകിക്കാനോ പുതിയൊരു താവളം കണ്ടെത്താനോ മുൻകൂർ ജാമ്യമെടുക്കാനോ ഉള്ള സാവകാശം അയാൾക്ക് കിട്ടും, ഗീത പറഞ്ഞു. അയാൾക്ക് അശോകന്റെ കൊലപാതക കേസിൽ ജാമ്യം കിട്ടുകയില്ല. കൊലയാളികളായ കമറും യോഗിയും ജയനും പോലീസ് കസ്റ്റഡിയിലാണ്. കെന്നഡി മുറിയിലൂടെ ഒരു വട്ടം നടന്നു. അമ്മയും റോസ്മേരിയും അയാളെ നോക്കി. ഇനിയും അയാളെ മാന്യനായി നടക്കാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്യണം മോനെ, കെന്നഡിയുടെ അമ്മ പറഞ്ഞു. രാഷ്ട്രീയക്കാർ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അവരുടെ പുറകെ നടക്കാൻ ജനങ്ങളുള്ള വേറൊരു രാജ്യം ലോകത്തുണ്ടാവില്ല. ജയപ്രകാശിന് ഇനി രക്ഷപ്പെടാനാവില്ല. പക്ഷേ അയാളെന്തിന് യമുനയും കുഞ്ഞിനെയും കൊണ്ടുപോയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്, കെന്നഡി പറഞ്ഞു. യമുനയെ ഇവിടെ നിർത്തിയാൽ ജയപ്രകാശ് എവിടെയുണ്ടെന്ന് അവൾ പോലീസിനെ അറിയിക്കുമെന്ന് അയാൾക്ക് നന്നായി അറിയാം. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒറ്റുകൊടുക്കാൻ തയ്യാറാകുമോ, ഗീത ചോദിച്ചു. അത് ശരിയാ, റോസ്മേരി പറഞ്ഞു. യമുന ചേച്ചി ചേട്ടനെ സഹായിച്ചിട്ടുണ്ടെന്ന് ആ ബ്രൗൺ ഷുഗർ കേസോടുകൂടി തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന്റെ ശിക്ഷയായി അവരാ പാവത്തിനെ കൊല്ലാത്തത് തന്നെ ഭാഗ്യം. കെന്നഡി ഒന്നും പറഞ്ഞില്ല. അർജുൻ എവിടെയാണെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്, അല്പം കഴിഞ്ഞ് അയാൾ പറഞ്ഞു. ഞാൻ അനുവിന്റെ വീട്ടിൽ പോയിരുന്നു. അനുവിനെയും മകൻ ഉണ്ണിയെയും കണ്ടു. വിവാഹം കഴിക്കാതെ അമ്മയായെങ്കിലും അനു ഒരു കടലോളം സ്നേഹം അർജുനായി സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അയാൾ അവളെയും മോനെയും കാണാൻ രാത്രിയിൽ വരുന്നുണ്ടെന്ന് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അനുവും കൊച്ചും എങ്ങനെയാ മോളെ ജീവിക്കുന്നത്, അമ്മ ചോദിച്ചു. അനുവിന് തയ്യലറിയാം അമ്മേ, രാത്രിയും പകലും തയ്ച്ചാൽ തീരാത്തത്ര ജോലി അവൾക്കുണ്ട്, ഗീത പറഞ്ഞു. അർജുൻ കൊലയാളിയാ, പക്ഷേ അയാളെ അങ്ങനെ ആക്കിയതാ. അയാളെ ചതച്ച് ജയിലിലാക്കുകയായിരുന്നു. അയാൾക്ക് നീതി കിട്ടിയിട്ടില്ല. കള്ളക്കടത്തുകാർക്കും കൊലയാളികൾക്കുമൊക്കെ കൂട്ടുനിൽക്കുന്നവരുടെ അവസ്ഥ ഇതാണ്, കെന്നഡി പറഞ്ഞു. കാഞ്ഞിര മരത്തിൽ നിന്ന് ആപ്പിൾ പഴം പറിക്കാമെന്ന് മോഹിക്കരുത്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗീത പറഞ്ഞു. എനിക്ക് ജയപ്രകാശിന്റെ എസ്റ്റേറ്റിൽ പോകണം. അയാളുടെ ബംഗ്ലാവിൽ കയറി ചില രഹസ്യരേഖകൾ കൂടി പിടിച്ചെടുത്താലേ എന്റെ അന്വേഷണം പൂർത്തിയാകൂ. നീയും ചെല്ലുമോനെ, അമ്മ പറഞ്ഞു. ഗീതയെ തനിച്ചു വിട്ടാൽ ഏതെങ്കിലും അപകടമുണ്ടായാൽ സഹായിക്കാൻ ആരുണ്ട്? മാത്രമല്ല നീ അന്വേഷിക്കുന്ന കേസ് നിനക്ക് പൂർത്തിയാക്കാനും പറ്റും. കെന്നഡി ഗീതയെ നോക്കി. ഗീത പിന്നിലേക്ക് പാഞ്ഞു പോകുന്ന ഭൂവിഭാഗങ്ങളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ മുടി കാറ്റിൽ പറന്നു. ജീപ്പ് പാലം കടന്ന് വനത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നിന്ന് 20 കിലോമീറ്ററോളം വനത്തിലൂടെയാണ് റോഡ്, കെന്നഡി പറഞ്ഞു. ഗീത അയാളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇരുവരും ടൂറിസ്റ്റുകളെ പോലെയാണ് വേഷം ധരിച്ചിരുന്നത്. കുറെ ചെന്നപ്പോൾ കെന്നഡി ഒരു കൂപ്പ് റോഡിലൂടെ ജീപ്പ് വിട്ടു. അതിന് കാരണവും അയാൾ പറഞ്ഞു. എസ്റ്റേറ്റ് റോഡിൽ കൂടി ഒരു പുതിയ വാഹനം വന്നാൽ ജയപ്രകാശ് അറിയും. ബംഗ്ലാവിന് 3 കിലോമീറ്റർ അടുത്ത് വരെ നമുക്ക് ഈ റോഡിലൂടെ പോകാം. ഇരുവശത്തും പുഴയുള്ള ശബ്ദമുള്ളതുകൊണ്ട് കണ്ടുപിടിക്കില്ല. എസ്റ്റേറ്റിലെത്തിയാൽ എനിക്ക് പരിചയമുള്ള ഒരു കങ്കാണി കാത്തു നിൽക്കും. അയാൾ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ദുർഘടം പിടിച്ച ആ യാത്രയുടെ അവസാനം പുഴയോരത്ത് ഇലച്ചാർത്തുകൾക്കിടയിൽ കെന്നഡി ജീപ്പ് നിർത്തി. ഇരുവരും പുഴയോരത്തുകൂടി നടന്നു. കെന്നഡി ഇടയ്ക്കിടെ സിഗരറ്റ് വലിച്ചു. ഗീതയ്ക്ക് ആ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. അവൾ പക്ഷികളുടെയും വെള്ളത്തിലെ മത്സ്യങ്ങളുടെയും ഫോട്ടോകൾ എടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മാനം കറുത്തു. മഴ പെയ്യാൻ തുടങ്ങി. പാറക്കൂട്ടങ്ങൾക്കിടയിൽ അഭയം തേടാൻ കഴിഞ്ഞില്ല. പൂത്തു നിൽക്കുന്ന കുറെ ആറ്റുപഞ്ചുകൾക്കിടയിൽ നിന്നെങ്കിലും നനഞ്ഞൊഴുകി. അടുത്തു വന്നപ്പോൾ നനഞ്ഞൊലിച്ച ഗീതയുടെ ശരീരത്തിലെ ചൂട് അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഗീത മുഖമുയർത്തി അയാളെ നോക്കി. പരൽ മീനുകളെ പോലുള്ള നനഞ്ഞ കണ്ണുകളും നേർത്ത നാസികയും മുല്ലമൊട്ടുകൾ വിടർന്നു നിൽക്കുന്ന വിറയ്ക്കുന്ന ചുണ്ടുകളും. കെന്നഡി എല്ലാം മറന്നുപോയി. അയാൾ ആ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി അമർത്തി ചുംബിച്ചു. ഗീതയുടെ ദേഹം ഒന്ന് വിറച്ചു. അവളുടെ കൈ അറിയാതെ അയാളെ ചുറ്റി. ഇരുവരും ഒരു ശില പോലെ നനഞ്ഞൊഴുകി. കെന്നഡി മുഖമുയർത്തി. അവളുടെ ചുണ്ടുകൾ ചുവന്ന റോസാദലങ്ങൾ പോലെ അകന്നു. കണ്ണുകൾ പാതി അടഞ്ഞിരുന്നു. കെന്നഡി വീണ്ടും മുഖം കുനിച്ചു. വെള്ളരിക്കയുടെ കടക്കലെ കയ്പായിരുന്നു അവളുടെ ചുണ്ടുകൾക്ക്. മഴ നനഞ്ഞ് പുഴയിലിറങ്ങി അവർ കൈകോർത്ത് പിടിച്ചു നടന്നു. ഇപ്പോൾ തരുമ്പും കുളിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും കെന്നഡിക്ക് ഇത്ര സുഖകരമായ ഒരനുഭൂതി ഉണ്ടായിട്ടില്ല. പോലീസുകാരനായിരിക്കുന്നതിനേക്കാൾ ശാന്തിയും സമാധാനവും ഈ കാട്ടിലാണെന്ന് അയാൾക്ക് തോന്നി.
അവർ വലിയൊരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. മുകളിൽ പാറകൾക്കിടയിലൂടെ നുരഞ്ഞുകുത്തി താഴേക്ക് പതിക്കുന്ന ജലപാതം, കാതടപ്പിക്കുന്ന ഇരമ്പൽ, അന്തരീക്ഷമാകെ ജലഗണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. വെയിൽ വന്നു. അവർക്ക് മുന്നിൽ ഒരു മഴവില്ല് തെളിഞ്ഞു വന്നു. കെന്നഡി ഗീതയെയും കൊണ്ട് നീല ജലാശയത്തിലേക്ക് ചാടി. വസ്ത്രങ്ങൾ കരയിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ നീന്തി തുടിച്ചു, കെട്ടിമറിഞ്ഞു, മുങ്ങാംകുഴിയിട്ടു, വെള്ളത്തിനടിയിൽ ആലിംഗനം ചെയ്തു, ചുംബിച്ചു. അവരുടെ ചിരിയും അട്ടഹാസവും വെള്ളത്തിന്റെ ഇരമ്പൽ ഒളിപ്പിച്ചു. സഞ്ജയിനും ബ്രൂട്ടസും യമുനയെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ബന്ധപ്പെട്ട് ചുമന്നുകൊണ്ടുവന്നു. പാറയുടെ അറ്റത്ത് കൊണ്ടുവന്ന് കിടത്തിയപ്പോഴേക്കും അവരിരുവരും വിയർത്തുപോയി. ബ്രൂട്ടസ് ഒരു സിഗരറ്റ് കത്തിച്ചു. ഇവിടെ ആയതുകൊണ്ട് ആരും കാണില്ല. പുഴ കാണാൻ വന്നപ്പോൾ കാലുതെറ്റിപ്പോയതായിരിക്കുമെന്ന് ദേവരാജൻ വരുമ്പോൾ പറയാം, സഞ്ജയ് അഭിപ്രായപ്പെട്ടു. ബോഡി എവിടെയാ പൊങ്ങുന്നതെന്ന് അറിയില്ല. നല്ല ഒഴുക്ക. ബ്രൂട്ടസ് പുക വിട്ടു. എവിടെയെങ്കിലും പൊങ്ങട്ടെ, പിടിക്കടാ, ഇവളെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. സഞ്ജയ് ധൃതി കൂട്ടി. ബ്രൂട്ടസ് പാറയുടെ വിളുമ്പത്തുനിന്ന് താഴേക്ക് നോക്കി. മൂടൽമഞ്ഞ് പോലെ നീരാവിയാണ്. അടി കാണാൻ വയ്യ. ശരി, പിടിക്ക്. ബ്രൂട്ടസ് സിഗരറ്റ് കടിച്ചു പിടിച്ച് തയ്യാറായി. പെട്ടെന്ന് യമുന ഒന്ന് ഞരങ്ങി. സഞ്ജയ ചത്തില്ല, ഭഗവാനെ രക്ഷപ്പെട്ടു, ജീവനുണ്ട്, ബ്രൂട്ടസ് സന്തോഷത്തോടെ പറഞ്ഞു. സഞ്ജയ് അവളെ തറപ്പിച്ചു നോക്കി. യമുനയുടെ യമകൾ ചലിച്ചു. വായിൽ നിന്നൊരു ഞരക്കം. എന്തു ഭാഗ്യമായി ഇവൾക്ക്. ഒരു നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ താഴേക്കെറിയുമായിരുന്നു. ബ്രൂട്ടസ് സിഗരറ്റ് പുകച്ചുകൊണ്ട് അല്പം വെള്ളം കൈക്കുടനയിൽ കോരിയെടുത്ത് യമുനയുടെ മുഖത്ത് തളിക്കാനൊരുങ്ങി. വേണ്ട, സഞ്ജയ് അത് തടുത്തു. ഇവൾക്ക് ജീവനുണ്ടെങ്കിലും കുഴപ്പമില്ല. ജീവനുണ്ടെങ്കിൽ വെള്ളം കുടിച്ച് ചത്തതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയും. നമുക്കൊരു കുഴപ്പവും വരില്ല, സഞ്ജയ് പറഞ്ഞു. അത് വേണോ സാറേ? വേണം. താൻ കാലിൽ പിടിക്കടോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവളെ താഴെ കുരുട്ടിയിടും. കഠിന ഹൃദയനായ ബ്രൂട്ടസ് പോലും പതറിപ്പോയി. മുകളിലേക്ക് ഉയർന്നപ്പോൾ യമുന വിളിച്ചു, മോളെ. അടുത്ത നിമിഷം അവൾ മറഞ്ഞത് സഞ്ജയും ബ്രൂട്ടസും കണ്ടു. നിലവിളി വെള്ളച്ചാട്ടത്തിന്റെ ഗർജനത്തിലമർന്നു. അധ്യായം 35. കെന്നഡിയും ഗീതയും ഒരു പാറയുടെ ചെരുവിൽ ഇരിക്കുകയായിരുന്നു. കെന്നഡി ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ടിരുന്നു. അവരുടെ വലതുവശത്തായി വെള്ളച്ചാട്ടം. മുകൾ മുഴുവൻ നീരാവി ഉയർന്ന പുകമഞ്ഞ്. ഗീത ക്യാമറയിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അവൾ ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫോക്കസ് പോയിന്റിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവൾ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നതാണ് കണ്ടത്. അതാ ഒരു സ്ത്രീ. ഗീത ക്യാമറ കണ്ണിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിലവിളിച്ചു. അപ്പോഴേക്കും അവൾ വെള്ളത്തിൽ താണ് മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഗീതയോടൊപ്പം കെന്നഡിയും എഴുന്നേറ്റു. ജലപ്പരപ്പിലേക്ക് അവർ ശ്വാസം വിടാതെ നോക്കി നിന്നു. അതാ അതാ, ഗീത കൈ ചൂണ്ടി. ഉയർന്നു വരുന്ന സാരിയുടെ നിറം കെന്നഡി കണ്ടു. അടുത്ത ക്ഷണം അയാൾ ചാട്ടുളി പോലെ കയത്തിലേക്ക് കുതിച്ചു. ദേവരാജും ഭാര്യയും ആകെ മനം തകർന്ന അവസ്ഥയിലായിരുന്നു. എടോ ജയപ്രകാശേ, തനിക്കെങ്ങനെ എന്റെ മോളെ കാണാനില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നു? ദേവരാജ് അലറി. പ്രഷർ കൂടി അയാൾ മരിച്ചു പോകുമെന്ന് തോന്നി. താനവളെ കൊന്നോ? അവൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാൻ ഭയമായിരുന്നു. ദേവരാജെ, ഞാനത് എങ്ങനെ പറയാതിരിക്കും? ആ കുട്ടിയുടെ പ്രയാസങ്ങൾ മാറിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ എസ്റ്റേറ്റിലേക്ക് വന്നത്. യമുനയ്ക്ക് ഇവിടം വളരെ ഇഷ്ടമായിരുന്നു. എന്നും മോളെയും കൊണ്ട് ട്രക്കിങ്ങിന് പോകുമായിരുന്നു. തോട്ടിലും പുഴയിലുമൊക്കെ പോകും. പുഴയിൽ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ചില ഭാഗങ്ങളിൽ ശക്തിയായ വഴുക്കലും ഒഴുക്കുമുണ്ട്. ഇവിടത്തെ തൊഴിലാളികളിൽ പലരും അങ്ങനെ അകപ്പെട്ടിട്ടുണ്ട്, ജയപ്രകാശ് പറഞ്ഞു. എന്റെ മോളെവിടെയടോ? ദേവരാജ് ചോദിച്ചു. മറുപടി പറയാൻ ജയപ്രകാശിന് കഴിഞ്ഞില്ല. സഞ്ജയ് ഡാഡിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ദേവരാജിനോട് പറഞ്ഞു. ചേച്ചി ഒറ്റയ്ക്കാണ് പോയത്, മുത്തിനെ കൊണ്ടുപോയില്ല. ഞങ്ങളിനെ അന്വേഷിക്കാൻ ഒരിടവുമില്ല. സംശയിക്കുന്നത് പുഴയിൽ കാൽ തെറ്റിയോ എന്നാണ്. മുങ്ങൽ വിദഗ്ധർ എല്ലായിടത്തും തപ്പുന്നുണ്ട്. എന്നിട്ടിതുവരെ എന്റെ കുഞ്ഞിന്റെ ബോഡി പോലും കിട്ടിയില്ലേ? ദേവരാജിന്റെ കണ്ണുകൾ നിറഞ്ഞു. അടുത്തുനിന്ന ബ്രൂട്ടസ് സമാധാനിപ്പിച്ചു. സാറേ, യമുന കുഞ്ഞ് വരും. മറ്റെവിടെയെങ്കിലും പോയതായിരിക്കും. എനിക്ക് വിശ്വാസം വരുന്നില്ല, ദേവരാജ് പറഞ്ഞു. സഞ്ജയ് ബ്രൂട്ടസിനെ നോക്കി. ജയപ്രകാശ് കരയുകയായിരുന്നു. കൊളുന്ത് തൂക്കി ട്രാക്ടറിൽ ലോഡ് ചെയ്യുന്ന ആ ഷെഡിൽ നിന്ന് കെന്നഡി ബംഗ്ലാവിന് നേരെ നോക്കി. ബംഗ്ലാവിന് മുകളിൽ വെയിൽ വീണ് കിടക്കുന്നു. തേയിലക്കാടുകളെ തഴുകി വരുന്ന കാറ്റ് ഗീതയുടെ മുഖത്തടിച്ച് മുടികളെ പറത്തി. സഞ്ജയ് ഇവിടെ നിന്ന് ഒളിവിൽ പോയെന്ന് തോന്നുന്നു. മയക്കുമരുന്ന് കേസിൽ പെട്ടതുകൊണ്ട് പോലീസ് വരുമ്പോൾ അയാളും ബ്രൂട്ടസും ഒളിച്ചു കളയും. ഒരു വേള അവർ അവിടെ എവിടെയെങ്കിലും
താമസിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. പക്ഷേ അവിടെ ഭക്ഷണം തയ്യാറാക്കുന്ന ഗൗരി പറഞ്ഞത് അവരവിടെ ഇല്ലെന്നാണ്. ഗൗരി നിങ്ങൾക്ക് അകത്ത് കടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. കെന്നഡിയുടെ സുഹൃത്തായ കങ്കാണി ശിവാജി പറഞ്ഞു. അയാളൊരു കാക്കി ട്രൗസറും ഗംബൂട്ടും ജാക്കറ്റും തൊപ്പിയുമാണ് ധരിച്ചിരുന്നത്. പകുതി എരിഞ്ഞു തീർന്ന ഒരു ചുരുട്ട് കടിച്ചു പിടിച്ചിരിക്കുന്നു. ഗീതയ്ക്ക് അയാളുടെ മട്ടും മാതിരിയുമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പകൽ തന്നെ ആ വീട് പരിശോധിക്കണം, ഗീത പറഞ്ഞു. പകൽ തന്നെയായിരിക്കും കൂടുതൽ സൗകര്യം. രാത്രിയായാൽ അപകടമാകും. ഗൗരിക്ക് നിങ്ങളെ സഹായിക്കാനുമായില്ലെന്ന് വരും, ശിവാജി പറഞ്ഞു. പിന്നെ ഒരു കാര്യം. എന്താ? കെന്നഡി ചോദിച്ചു. നിങ്ങൾ ഗൗരിക്ക് എന്തെങ്കിലും കൊടുക്കണം. പണത്തിന്റെ കാര്യത്തിൽ അവളൊരു ആർത്തിക്കാരിയാണ്, ശിവാജി പറഞ്ഞു. അത് സാരമില്ല, അവളുടെ കാര്യം ഞാനേറ്റു, കെന്നഡി പറഞ്ഞു. അത് പോലീസ് രീതിയിലായിരിക്കരുത്, ശിവാജി ആശങ്ക പ്രകടിപ്പിച്ചു. കെന്നഡി പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ ചുമലിൽ പിടിച്ചു. ഇല്ല ശിവാജി, അവൾക്ക് 1000 രൂപ കൊടുത്തേക്കാം, പോരെ? മതി, പക്ഷെ ഞങ്ങളുടെ കാര്യം സാധിക്കണം. അതിനവൾ സഹായിക്കും. അവർ സംസാരിച്ചപ്പോൾ വായിൽ നിന്ന് പുക പോലെ നീരാവി പറന്നു. നമുക്ക് പുറപ്പെടാം, ഗീത പറഞ്ഞു. ചെകുത്താന്റെ കൂട്ടിലാണ് ചെന്ന് കയറുന്നത്. അവർ തേയില ചെടികൾക്കിടയിലൂടെ ബംഗ്ലാവിനടുത്തെത്തി. മുറ്റത്ത് ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അത് ഗൗരിയാണ്. ഇപ്പോൾ മറ്റാരും അവിടെയില്ലെന്ന അടയാളമാണത്, ശിവാജി പറഞ്ഞു. പിന്നിലെ ഓറഞ്ച് തോട്ടത്തിലൂടെ ചെന്നാൽ നിങ്ങൾക്ക് അകത്ത് കടക്കാം. അവർ അവിടേക്ക് നടന്നു. അതാ ഗൗരി കൈവീശുന്നു, ഗീത പറഞ്ഞു. അവർ നോക്കിയപ്പോൾ ഗൗരി ഓടി മറയുന്നതും ഒരു കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നതും കണ്ടു. അതിൽ നിന്ന് സഞ്ജയും ബ്രൂട്ടസും ഇറങ്ങി വീടിനകത്തേക്ക് ചെന്നു. കെന്നഡി ശിവാജിയെ നോക്കി. പോലീസ് വരുന്നുണ്ടോ എന്ന് അറിയാൻ അവർ റോഡിൽ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും, ശിവാജി പറഞ്ഞു. ഇവിടെ പോലീസിന് വരാൻ ഒരു റോഡ് മാർഗം മാത്രമേയുള്ളൂ. ഗീത ഇതിനകം സഞ്ജയിന്റെയും ബ്രൂട്ടസിന്റെയും ഫോട്ടോ എടുത്തു കഴിഞ്ഞിരുന്നു. ദേവരാജ് മുത്തിനെ എടുത്ത് ചുംബിച്ചു. അവൾ മമ്മിയെ കാണാത്തത് കൊണ്ട് ദുഃഖിച്ച് തളർന്ന് ഇരിക്കുകയായിരുന്നു. ദേവരാജിന്റെ ഭാര്യ മുത്തിനെ വാങ്ങിച്ച് മാറോടണച്ചു. ദേവരാജ്, ഈ അവസരത്തിൽ നിങ്ങൾ മുത്തിനെ കൊണ്ടുപോകരുത്. അവൾ കൂടി പോയാൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും, ജയപ്രകാശ് പറഞ്ഞു. ഞങ്ങൾക്ക് മോളെ വേണം, ദേവരാജിന്റെ ഭാര്യ പറഞ്ഞു. യമുനയെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തന്നെ ഇനി അവൾക്ക് ഒരു മുഖമോ രൂപമോ ഉണ്ടാകുമോ? ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ? ദേവരാജ് ചോദിച്ചു. ഞങ്ങൾ മോളെ കണ്ണൂർ കൊണ്ടുവന്നേക്കാം. സഞ്ജയ് എസ്റ്റേറ്റിൽ നിന്ന് വന്നോട്ടെ. അവനോട് ഒരഭിപ്രായം ചോദിക്കാതെ ഞാൻ എങ്ങനാ? അതുവരെ നിങ്ങൾ ഇവിടെ താമസിക്കൂ, ജയപ്രകാശ് കൈകൂപ്പി ദേവരാജിനോട് പറഞ്ഞു. നിങ്ങൾ എന്നെ ഈ സ്ഥിതിയിൽ ഉപേക്ഷിച്ചു പോകരുത്. എന്റെ ശിവാനന്ദനുള്ളതെല്ലാം അവന്റെ മോൾക്കുള്ളതാണ്. എന്നെ വെറുക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. യമുന എന്റെ മോളായിരുന്നു, സ്വന്തം മോള്. ജയപ്രകാശിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവരാജും ഭാര്യയും വല്ലാതായി. മുത്ത് കരയാൻ തുടങ്ങി. കെന്നഡിയും ഗീതയും ആ മുറിയിലേക്ക് ചെന്നു. ഗൗരി കൂടെ വന്നു. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീയായിരുന്നു ഗൗരി. മെലിഞ്ഞ ദേഹമാണെങ്കിലും തുടുത്ത മാറിടങ്ങളും നീണ്ട മുഖവും വൃത്തിയുള്ള വസ്ത്രങ്ങളും ആരെയും ആകർഷിക്കും. ഏതു പൂട്ടുകളും തുറക്കാവുന്ന കുറെ താക്കോലുകൾ കെന്നഡിയുടെ പക്കലുണ്ടായിരുന്നു. ഗൗരി പറഞ്ഞ രഹസ്യ അറകൾ കെന്നഡിയും ഗീതയും പരിശോധിച്ചു. ഗൗരി പുറത്തേക്ക് പോയി കാവൽ നിന്നു. കമ്പ്യൂട്ടറും പൂട്ടിയ അലമാരകളുമുള്ള ഒരു മുറി അവർ കണ്ടുപിടിച്ചു. ഗീത കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തു. ഇതാണ് സെന്റ് കീറ്റ്സ് ബാങ്കിന്റെ രേഖകൾ. അവൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത് കശുവണ്ടി ഇറക്കുമതി ചെയ്തതിന്റെ വിവരങ്ങൾ. ഡ്രോ നമ്പർ 9 ഫയലുകളിൽ ഉള്ളതാണിതെന്ന് എഴുതിയിരിക്കുന്നു. ഗീത അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു. അപ്പോൾ കെന്നഡി അലമാരയുടെ 9 നമ്പർ ഡ്രോ തുറന്ന് കഴിഞ്ഞിരുന്നു. ഫയലുകൾ അടുക്കി വെച്ചിരിക്കുന്നു. കെന്നഡി അവയെടുത്ത് മറിച്ചു നോക്കി. CBIക്ക് കിട്ടാത്ത രേഖകൾ, കെന്നഡി സന്തോഷത്തോടെ പറഞ്ഞു. പെട്ടെന്ന് വാതിൽ തുറന്ന് ബ്രൂട്ടസ് അകത്തേക്ക് വന്നു. CBI ഇവിടെ വന്നിരുന്നെങ്കിൽ അവരും നിങ്ങളെപ്പോലെ മരിച്ചു വീണേനെ. ബ്രൂട്ടസ് കെന്നഡിയുടെ നേരെ തോക്കു ചൂണ്ടി. മ്യാവ്, ഒരു പൂച്ച കരഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നു. അത് ഗീതയുടെ കാലിൽ മുട്ടിയുരുമ്മി നിന്നു. ബ്രൂട്ടസെ, തോക്ക് താഴെ വയ്ക്ക്, കെന്നഡി നിർദ്ദേശിച്ചു. താൻ ആജ്ഞാപിക്കുകയൊന്നും വേണ്ട. താൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ജോലി തിരിച്ചു കിട്ടുകയില്ല. താൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ജയപ്രകാശ് അകത്താകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോകുന്നു. ബ്രൂട്ടസ് കെന്നഡിയുടെ തലയ്ക്ക് നേരെ തോക്കുനീട്ടി. ഗീത പൂച്ചയെ അയാളുടെ മുഖത്തിന് നേരെ കാലുകൊണ്ട് തെറിപ്പിച്ചു. ബ്രൂട്ടസ് പിന്നോട്ട് മാറി. വെടി പൊട്ടിയെങ്കിലും ഉന്നം തെറ്റി. കെന്നഡിക്ക് അത് ധാരാളമായിരുന്നു. അയാൾ ഒറ്റയടിക്ക് അവനെ വീഴിച്ചു. കഴുത്തിനു പിന്നിൽ ഒരിടി. ബ്രൂട്ടസ് കുഴഞ്ഞു വീണു. ഗീതേ, ഹറിയപ്പ്,
നമുക്ക് വേണ്ടതെല്ലാം എടുത്തോളൂ, ഇവനെ നമ്മൾ കൊണ്ടുപോകുന്നു, കെന്നഡി നിർദ്ദേശിച്ചു. സഞ്ജയ് പുറത്തുണ്ടെങ്കിലോ? ഗീത ചോദിച്ചു. കെന്നഡി ശ്രദ്ധയോടെ പുറത്തേക്കിറങ്ങി. ജയപ്രകാശും സഞ്ജയും ആകെ അസ്വസ്ഥരായിരുന്നു. എസ്റ്റേറ്റിൽ വിളിച്ചിട്ട് ഒരു വിവരവുമില്ലല്ലോ, നീയൊന്ന് പോയി നോക്ക്, ജയപ്രകാശ് സഞ്ജയിനോട് പറഞ്ഞു. ആ ബ്രൂട്ടസ് പുറപ്പെട്ടെന്നല്ലേ പറഞ്ഞത്? അവിടെ നിന്ന് ഇവിടെ വരാൻ ഒരു ദിവസം വേണോ? അവനെന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടിക്കാണും. ഏതായാലും രാത്രി വരെ കാക്കാം. രാത്രിയിൽ ഞാൻ പുറപ്പെട്ടു പോകാം, സഞ്ജയ് പറഞ്ഞു. ദേവരാജനും ഭാര്യയും അടുത്ത മുറിയിലുണ്ടായിരുന്നു. അവർ മുത്തിനെ കളിപ്പിക്കുകയായിരുന്നു. യമുനയുടെ ശേഷക്രിയകൾ എങ്ങനെ നടത്തുമെന്നും അവർ ഇടയ്ക്കിടെ ജയപ്രകാശിനോട് ആലോചിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആത്മാവ് ഗതികിട്ടാത്ത പ്രേതമാകുമല്ലോ. തങ്ങളുടെ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോൾ സഞ്ജയ് ഉത്സാഹത്തോടെ പറഞ്ഞു. ഡാഡി, ബ്രൂട്ടസ് എത്തി. കാർ മുറ്റത്തു നിന്നു. ജയപ്രകാശും സഞ്ജയും വരാന്തയിലേക്ക് വന്നു. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ഇരുവരും ഞെട്ടി വിറച്ചുപോയി. യമുന, മമ്മി, അകത്തുനിന്ന് മുത്തിന്റെ വിളി. ജനലിലൂടെ നോക്കിയ ദേവരാജനും ഭാര്യയ്ക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മോൾ. പകച്ചുനിന്ന ജയപ്രകാശിനെയും സഞ്ജയിനെയും നോക്കി യമുന പറഞ്ഞു. പ്രേതമല്ല, ഞാൻ തന്നെ. സഞ്ജയിനും ജയപ്രകാശിനും നാവ് വരണ്ടുപോയി. ഞാൻ എന്റെ മുത്തിനെ കൊണ്ടുപോകാൻ വന്നതാണ്. അടുത്തു വന്ന മുത്തിനെ അവൾ എടുത്തു. എന്റെ ഡാഡിയും മമ്മിയും ചോദിച്ചപ്പോഴല്ലേ നിങ്ങൾ ഇവളെ അയക്കാത്തത്? പേരക്കുട്ടിയോടുള്ള സ്നേഹം. യമുനെ, ജയപ്രകാശിന്റെ ശബ്ദം വിറച്ചു. ഞാനെങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നല്ലേ? അത് കോടതിയിൽ വെച്ച് പറയാം അമ്മാവ, യമുന പറഞ്ഞു. കാറിൽ നിന്ന് കെന്നഡിയും ഗീതയും ഇറങ്ങി. നിന്നെ ഞാൻ അങ്ങനെ വിടില്ലടി, സഞ്ജയ് അവളുടെ നേരെ തോക്കു ചൂണ്ടി. കുതിച്ചെത്തിയ ദേവരാജൻ ഒരടി. സഞ്ജയ് നടുവടിഞ്ഞതുപോലെ താഴെ വീണു. അയാൾ പകച്ചുനിന്ന ജയപ്രകാശിന്റെ കരണത്തടിച്ചു. എന്തൊക്കെ ദ്രോഹമാടാ നിങ്ങളെന്റെ മോളോട് ചെയ്തത്? ദേവരാജ് അയാളെ എടുത്തുയർത്തി സഞ്ജയിന്റെ മുകളിലേക്കിട്ടു. 2 പോലീസ് ജീപ്പുകൾ വന്നു. CI മഹേഷും സംഘവും. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ DGPയും കാറും വന്നു. കെന്നഡി ജയപ്രകാശിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. കൊലപാതക ശ്രമവും മയക്കുമരുന്ന് കടത്തും മാത്രമല്ല, CBIക്ക് കിട്ടാത്ത രേഖകൾ കൂടി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, DGP പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 58ാം വർഷത്തിന്റെ ഓർമ്മയ്ക്ക് ജയപ്രകാശിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് കെന്നഡി വിലങ്ങ് പൂട്ടി. രാത്രി. അർജുൻ പതുങ്ങി പതുങ്ങി അനുവിന്റെ വീടിന് മുന്നിലെത്തി. അനു. അയാൾ ശബ്ദം താഴ്ത്തി വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു. അയാൾ അകത്ത് കടന്ന് വാതിലടച്ചു. ലൈറ്റിട്ടപ്പോൾ ഞെട്ടിപ്പോയി. മുന്നിൽ കെന്നഡി. നീ? അർജുൻ ചീറി. അതെ, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കെന്നഡി തോക്കെടുത്തപ്പോൾ അർജുൻ തളർന്നുപോയി. ഗീതയും യമുനയും മരിയായും സോമൻ മേനോനും അനുവിനോടും ഉണ്ണിയോടുമൊപ്പം ആ മുറിയിലേക്ക് വന്നു. എന്റെ റിക്വസ്റ്റ് പ്രകാരം കെന്നഡി ഇല്ലീഗലായ ഒരു കാര്യം ചെയ്യാമെന്ന് സമ്മതിച്ചു. നിന്നെ രക്ഷിക്കാമെന്ന് സോമൻ മേനോൻ പറഞ്ഞു. നമ്മൾ മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും അത്. അർജുൻ എല്ലാവരെയും പകച്ചു നോക്കി. സോമൻ മേനോൻ തുടർന്നു. ഇവിടെ നിന്നാൽ നീ എന്നെങ്കിലും പോലീസ് പിടിയിലാകും. നിനക്ക് ഞാൻ കൽക്കട്ടയിൽ ഒരു ഫാക്ടറി ജോലി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനും മരിയയും യമുനയോട് സംസാരിച്ചു. നിനക്ക് ജീവിക്കാൻ വേണ്ട പണം മുഴുവനും ഈ കുട്ടി തരും. ഭർത്താവിന്റെ ഘാതകനാണെങ്കിലും നീ നിരപരാധിയാണെന്ന് യമുനയ്ക്കറിയാം. അർജുൻ യമുനയെ നോക്കി. അവൾ പുഞ്ചിരിച്ചു. എനിക്ക് കെന്നഡിയോടും ഗീതയോടും ഒരു വേള നിങ്ങളോടും കടപ്പാടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചേനെ. യമുന ഒരു പൊതിയെടുത്ത് അർജുന്റെ കയ്യിൽ കൊടുത്തു. ഇത് 5 ലക്ഷം രൂപയുണ്ട്. തീരുമ്പോൾ പിന്നെയും തരാം. അപ്പോഴേക്കും അർജുനും അനുവിനും സ്വന്തം കാലിൽ നിൽക്കാറാകും. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എടാ കെന്നഡി, വായ മൂടടാ. കെന്നഡി മുരണ്ടു. ഇന്ന് രാത്രി ഇവിടം വിട്ടോണം. വണ്ടി ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ നിന്നെ ഇവിടെ കണ്ടാൽ പിടിച്ച് ഞാൻ അകത്താക്കും. പിന്നെ നീ സൂര്യനെ കാണില്ല. കെന്നഡി പറഞ്ഞപ്പോൾ സോമൻ മേനോനും ഗീതയും മരിയായും യമുനയും ചിരിച്ചു. സന്തോഷം കൊണ്ട് അനുവിന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. കെന്നഡിയുടെ കാറിൽ പുറപ്പെട്ടു പോകുമ്പോൾ ഗീത ചോദിച്ചു. എന്റെ പരമ്പരയ്ക്ക് വേണ്ടതെല്ലാമായി. ഇനി എങ്ങോട്ടാ? ഒരു ജീവിതം തുടങ്ങാൻ. ആ വെള്ളച്ചാട്ടത്തിൽ ഒന്നുകൂടി പോകാൻ തോന്നുന്നില്ലേ? കെന്നഡി അവളെ നോക്കി. ഗീതയുടെ മുഖത്ത് നാണം പടർന്നു. അയാൾ അവളെ ചേർത്തിരുത്തി. കാർ ഓടിക്കൊണ്ടിരുന്നു. നോവൽ അവസാനിക്കുന്നു.